next topic is what are the essential elements of a valid offer, or what are the legal rules or essentials as to a valid offer. So the essential characteristics of a valid offer are: first one, an offer must be made with an intention of creating legal obligation. അതായത് ഓഫർ എങ്ങനെയാണെന്നാണ് പറയേണ്ടത്? ഓഫർ മസ്റ്റ് ബി കേപ്പബിൾ ഓഫ് ബീങ് ആക്സെപ്റ്റഡ് ആൻഡ് ഗിവിങ് റൈസ് ടു ലീഗൽ ഒബ്ലിഗേഷൻ. അങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് characteristics of a valid offer is that it must create legal obligation among the parties. Otherwise, it is not an offer in the eyes of law. An offer will not become a promise unless it is made with a view to create legal obligation. അതായത് വെറുതെ കൊടുക്കുന്ന സോഷ്യൽ ഓഫേഴ്സ് ഒന്നും ഓഫറല്ല. ഓഫറിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം എന്നാണ് പറയുന്നത്? ടു ക്രിയേറ്റ് എ ലീഗൽ റിലേഷൻഷിപ്പ്. An offer, when accepted, should result in a valid contract. So a mere social invitation does not become an offer, because such an invitation, if accepted, will not become a legal relationship എന്നാണ് പറയുന്നത്. അപ്പോൾ ഓഫർ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഓഫറിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്? ക്രിയേറ്റ് ലീഗൽ ഓബ്ലിഗേഷൻ. Okay, so an offer must impose some legal duty on the party making it. Then second point is, terms of the offer must be definite, unambiguous and certain. അതായത് the terms of the offer must be clear ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. It must be clear and certain, or at least capable of being made certain. അതായത് നമ്മളൊരു ഓഫർ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ടേംസ് വളരെ ക്ലിയർ ആയിരിക്കണം, സെർട്ടൺ ആയിരിക്കണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതായത് ഇറ്റ് അറ്റ്ലീസ്റ്റ് കേപ്പബിൾ ഓഫ് ബീയിങ് മെയ്ഡ് സെർട്ടൺ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഷുഡ് നോട്ട് ബി ഇൻഡെഫിനിറ്റ്, ലൂസ് ഓർ വേഗ്. അതായത് വേഗ്നെസ് ഓഫ് എൻ ഓഫർ വിൽ നോട്ട് ക്രിയേറ്റ് എനി കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ്. അതാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്? ഓഫർ മസ്റ്റ് ബി clear and expressed in definite terms. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എ ഓഫേഴ്സ് ടു സെൽ ഹിസ് കാർ ഫോർ ₹20,000 or 40,000. അവിടെ ഒരു എന്താ പറയുക, ക്ലിയർ അല്ല. ഇറ്റ് ഈസ് വി ആർ നോട്ട് ഷുവർ അബൌട്ട് ദ എക്സാക്ട് പ്രൈസ് ഓഫ് ദി കാർ, വെദർ ഇറ്റ് ഈസ് 20,000 or 40,000. സോ വെൻ ദ ടേംസ് ആർ വേഗ്, നോ കോൺട്രാക്ട് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ എപ്പോഴും ഓഫർ എങ്ങനെയായിരിക്കണം? ഇറ്റ് മസ്റ്റ് ബി ക്ലിയർ ആൻഡ് എക്സ്പ്രസ്ഡ് ഇൻ ഡെഫിനിറ്റ് ടേംസ്. The next essential element of a valid offer is that the offer must be communicated to the offeree. Offeree means the person to whom the offer is made. ഞാനിപ്പം എൻ്റെ കാറ് വിൽക്കുക എന്ന് പറയുന്ന സമയത്ത് ഒരു ക്ലാസ്സിലുള്ള ഒരു കുട്ടീൻ്റെ അടുത്ത് പറയാം, ഞാൻ എൻ്റെ കാറ് വിൽക്കാൻ പോകാൻ, നിനക്ക് വേണമെങ്കിൽ എടുത്തോ. അപ്പം ആരാണ് ഓഫർ എന്ന് പറയുന്നത്? ആ കുട്ടീനെയാണ് ഓഫർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഓഫർ ആരെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്? ഇറ്റ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓഫറി. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, വില്ലിങ്നെസ് ടു മേക്ക് എൻ ഓഫർ ഷുഡ് ബി സിഗ്നിഫൈഡ് എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ദി ഓഫർ ഇസ് കംപ്ലീറ്റഡ് only when it has been communicated to the offeree. Until it is communicated, the offer cannot be accepted. So an offer accepted without its knowledge does not confer any legal rights on the acceptor എന്നാണ് പറയുന്നത്. അതായത് ഇപ്പം ഒരു ഓഫർ, ഞാനൊരു ഓഫർ തരുന്നുണ്ടെങ്കിൽ അത് ആർക്കാണോ ഓഫർ കൊടുത്തിരിക്കുന്നത് ആ ആളെടുത്ത് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം, അല്ലാണ്ട് ഏതൊരു ഓഫർ ആവുന്നില്ല. ഒരു ഫേമസ് കേസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് അത് ഏതാ വരുന്നതെന്ന് വെച്ചാൽ, ഫിച്ച് വേഴ്സസ് സ്നേതാക്കർ എന്ന് പറഞ്ഞിട്ടുള്ള. അതായത് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, എന്തോ ഒരു അവാർഡ് പ്രഖ്യാപിച്ചതാണ്. അപ്പം വിത്തൗട്ട് നോയിങ് ദാറ്റ് ദ അവാർഡ് വാസ് ഓഫേർഡ് ഫോർ ഇറ്റ്. അത് അവാർഡ് ഉണ്ടെന്ന് അറിയാണ്ട് എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്?
a person gave an information without knowing that an award was offered for it and he claimed the award subsequently. പക്ഷെ കോടതി വിധിച്ചത് എന്താണെന്നറിയോ? ഇറ്റ് വാസ് ഹെൽഡ് ദാറ്റ് ഹി വാസ് നോട്ട് എൻറ്റൈറ്റിൽഡ് ടു ദ അവാർഡ് ആസ് ഹി വാസ് നോട്ട് അവെയർ ഓഫ് ദി സെയിം. അവാർഡ് ഇങ്ങനെ അനൗൺസ് ചെയ്തതൊന്നും അറിയാതെയാണ് ഇയാൾ എന്ത് ചെയ്തത്? ആരെയോ കേസിൽ തിരഞ്ഞു നടക്കുന്ന ഈ പുള്ളികളെ കണ്ടുപിടിച്ചാൽ അവാർഡ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിങ്ങോട്ട് കാണാറില്ലേ നിങ്ങൾ? അതേപോലെ ഒരാളെ കണ്ടുപിടിച്ച് അയാൾ ഇതാക്കി. പക്ഷെ അയാൾക്ക് അറിയുന്നില്ല ഇങ്ങനെ ഒരു റിവാർഡ് അനൗൺസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊന്നും. മനസ്സിലായോ? പക്ഷെ പിന്നീട് അയാൾ എവിടുന്നോ കേട്ടറിഞ്ഞ് ഇതിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് കൊടുത്തു കാണില്ല. അപ്പോൾ കോടതിയും കേസും ആയ സമയത്ത് കോടതി വിധിച്ചത് ഇതാണ്. എന്താണ്? ഈ ഓഫർ അയാളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഹി വാസ് നോട്ട് എൻറ്റൈറ്റിൽഡ് ടു റിസീവ് ദി അവാർഡ്. ഓക്കെ. അപ്പോൾ എപ്പോഴും ഒരു ഓഫർ, ഒരു വാലിഡ് ഓഫർ ആവണമെങ്കിൽ അത് ഓഫറി, അതായത് ദ പേഴ്സൺ ടു ഹൂം ഇറ്റ് ഈസ് മെയ്ഡ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദി ഓഫറി. ഓക്കെ. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഇസ് offer must be made with a view to obtaining the assent of the other. എപ്പോഴും നമ്മൾ ഓഫർ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്? ടു ഒബ്റ്റെയിൻ ദ കൺസെൻറ്റ് ഓഫ് ദി ഓഫറി. ഓഫറിൻ്റെ സമ്മതം കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് ഞാനിപ്പോൾ ഒരു ഓഫർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, നിങ്ങളെ സമ്മതം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഓഫർ ചെയ്യേണ്ടത്. അപ്പോൾ ദ ഓഫർ മസ്റ്റ് ബി മെയ്ഡ് വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിൻ ദ കൺസെൻറ്റ് ഓഫ് ദി ഓഫറി. അത് ഞാൻ ഇപ്പോൾ വെറുതെ ഒരു തമാശയായിട്ട് പറയുകയാണ്. ഐ ആം റെഡി ടു സെൽ മൈ കാർ ഫോർ ₹10,000. 10,000 രൂപയ്ക്കൊന്നും കാറ് കിട്ടില്ലല്ലോ. പക്ഷേ ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞു. പക്ഷേ ഇത് കേട്ട് നിന്ന ആൾക്ക് അറിയില്ലായിരുന്നു അയാളുടെ തമാശ പറഞ്ഞതാണെന്നുള്ളത്. പക്ഷേ അയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ 10,000 രൂപയ്ക്ക് വാങ്ങാമെന്ന് പറഞ്ഞു. ഹിയർ മൈ ഓഫർ ഇസ് നോട്ട് എ റിയൽ. മനസ്സിലായല്ലോ? And he did not make it to obtain the other person's consent. So not only that, I was also not willing to bound by the offer. In this case, the offer is not a valid offer എന്നാണ് പറയുന്നത്. അതായത് വെറുതെ തമാശയ്ക്ക് വേണ്ടിയിട്ടൊന്നും ആവരുത് ഓഫർ എന്ന് പറയുന്നത്. ഓഫർ എങ്ങനെയുള്ളതായിരിക്കണം എന്നാണ് പറയുന്നത്? ഓഫറിൻ്റെ എന്തിനു വേണ്ടിയിട്ടായിരിക്കണം ഓഫർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്? വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിൻ ദ കൺസെൻറ്റ് ഓഫ് ദി അതർ പാർട്ടി. Then next point is offer may be conditional. അങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ there may be conditions in an offer, hence it can be accepted only subject to such conditions. അതായത് when any special conditions are attached to an offer or contract, it is the responsibility of the offerer to bring those special terms to the knowledge of the offeree. അതായത് otherwise the offeree will not be bound by them. So offeree can be held liable for the non-fulfillment of the conditions only when they have been expressly communicated to him. ഓക്കെ. ഇനി അപ്പം ഈ പോയിന്റിൽ പറയുന്നത് എന്താണ്? ഓഫർ എന്ന് പറയുന്നത് എന്താവാം എന്നാണ് പറയുന്നത്? ഇറ്റ് മേ ബി കണ്ടീഷണൽ ആവാം. ഇറ്റ് മേ ബി കണ്ടീഷണൽ. The next point is offer should not contain a term the non-compliance of which may be assumed to amount of acceptance. ഒരിക്കലും ഓഫർ കൊടുക്കുന്ന സമയത്ത് ഒരു സംഭവം ഇപ്പോൾ കാറ് വിൽക്കാനുണ്ടോ അങ്ങനെ എന്തെങ്കിലും പറയുന്ന സമയത്ത് ഇങ്ങനൊരു ക്ലോസ് അതിലുണ്ടാവാൻ പാടില്ല. എന്താണ്? ദ ടേം നോൺ കംപ്ലയൻസ് ഓഫ് വിച്ച് മേ ബി അസ്യൂം ടു amount of acceptance. അങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ വൺ കനോട്ട് സേ വൈൽ മേക്കിംഗ് ദ ഓഫർ ദാറ്റ് ഇഫ് ദി ഓഫർ ഇസ് നോട്ട് ആക്സെപ്റ്റഡ് ബിഫോർ എ സർട്ടൻ ഡേറ്റ് വിൽ ബി പ്രിസ്യൂംഡ് ടു ഹാവ് ബീൻ ആക്സെപ്റ്റഡ്. അതായത് ഒരു ഡേറ്റ് പറഞ്ഞെങ്ങാണ്ട് ഇന്ന ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആക്സെപ്റ്റൻസ് അറിയിച്ചിട്ടില്ലെങ്കിൽ ഞാനത് ആക്സെപ്റ്റ് ചെയ്തതായിട്ട് കണക്കാക്കുമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ടേം
ഒരിക്കലും ഓഫറിൽ ഉണ്ടാവാൻ പാടില്ല. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, ഇപ്പം ഞാനൊരു ഓഫർ കൊടുത്തിട്ട് നിങ്ങൾ മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ മിണ്ടാതിരിക്കുന്ന മൗനം സമ്മതമായിട്ട് എടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് വേണമെന്ന് വിചാരിക്കരുത്, വേണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഓഫർ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത് ഞാൻ കണക്കാക്കാൻ പാടില്ല. നിങ്ങൾ തിരിച്ചും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ അത് എന്താവുന്നുള്ളൂ, ഓഫറാകുന്നു. അപ്പോൾ ഓഫറിൽ ഒരിക്കലും ഈ ഒരു ടേം ഉണ്ടാവാൻ പാടില്ല. എന്താണ്? ദ നോൺ കംപ്ലയൻസ് ഓഫ് വിച്ച് വുഡ് എമൗണ്ട് ടു ആക്സെപ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടാവാൻ പാടില്ല. ദ നെക്സ്റ്റ് പോയിന്റ് ഇസ് an invitation to an offer is not an offer. ഇൻവിറ്റേഷൻ ടു ആൻ ഓഫർ എന്ന് പറയുന്നത് എന്തല്ല, ഇറ്റ് ഈസ് നോട്ട് ആൻ ഓഫർ എന്നാണ് പറയുന്നത്. എന്താണ് ഈ ഇൻവിറ്റേഷൻ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇൻവിറ്റേഷൻ കാറ്റലോഗൊക്കെ കണ്ടു. അപ്പം കൊട്ടേഷൻ, അഡ്വർടൈസ്മെൻറ്റ് ഫോർ ടെൻഡർ, പ്രോസ്പെക്ടസ് ഓഫ് എ കമ്പനി, ദേ ആർ നോട്ട് ആക്ച്വൽ ഓഫേഴ്സ്, ദേ ആർ മിയർ ഇൻവിറ്റേഷൻസ് ടു ആൻ ഓഫർ. So in case of an invitation to an offer, there is no intention on the part of the person sending out the invitation to obtain the assent of the other person to such invitation. അതായത് ഇപ്പോൾ ഒരു കൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാറ്റലോഗ്, ബുക്കിൻ്റെ കാറ്റലോഗ് നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ അത് കാണുന്ന സമയത്ത് അത് നിങ്ങളും ഈ പബ്ലിഷേഴ്സും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് അവിടെ വരുന്നില്ല. പബ്ലിഷേഴ്സ് എന്ത് ചെയ്യുന്നു, അവരുടെ കയ്യിൽ ഇന്ന ആളുകളുടെ ബുക്കുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റലോഗ് മാത്രമാണത്. മനസ്സിലായല്ലോ? അപ്പോൾ അത് ശരിക്കും എന്ത് മാത്രമേ ഉള്ളൂ, ഇറ്റ് ഈസ് ഓൺലി ആൻ ഇൻവിറ്റേഷൻ ടു ആൻ ഓഫർ, ഇറ്റ് ഈസ് നോട്ട് ആൻ ആക്ച്വൽ ഓഫർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കൊട്ടേഷൻസ്, കാറ്റലോഗ് ഓഫ് ഗുഡ്സ്, അഡ്വർടൈസ്മെൻറ്റ് ഫോർ ടെൻഡർ, പ്രോസ്പെക്ടസ് ഓഫ് ദി കമ്പനി, ഇതൊന്നും എന്തല്ല എന്നാണ് പറയുന്നത്, ദേ ആർ നോട്ട് ആക്ച്വൽ ഓഫേഴ്സ്. സോ ഇങ്ങനെയുള്ള കേസിലാണെങ്കിൽ, ഇൻ ദ കേസ് ഓഫ് എൻ ഇൻവിറ്റേഷൻ ടു എൻ ഓഫർ, ദർ ഇസ് നോ ഇൻറ്റൻഷൻ ഓൺ ദ പാർട്ട് ഓഫ് ദ പേഴ്സൺ സെൻഡിങ് ഔട്ട് ദ ഇൻവിറ്റേഷൻ ടു ഒബ്റ്റെയിൻ ദി അസെൻറ്റ് ഓഫ് ദി അതർ പേഴ്സൺ ടു സച്ച് ഇൻവിറ്റേഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു കാറ്റലോഗൊക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങളെ അതിലേക്ക് അവിടെ ഒരു കോൺട്രാക്റ്റ് വരുന്നില്ല. ഇവിടെ ജസ്റ്റ് എന്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ, നിങ്ങൾ അറിവിലേക്ക് എത്തിക്കുന്ന മാത്രമേ ഉള്ളൂ. ഇന്ന ബുക്കുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ കാറ്റലോഗ് ഓഫ് ബുക്സ് ആണെങ്കിൽ ഇന്ന ബുക്കുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അറിവിലെത്തിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവിടെ എന്ത് നടക്കുന്നില്ല, അവിടെ ഒരു കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് അവിടെ വരുന്നില്ല. സോ സച്ച് ഇൻവിറ്റേഷൻസ്, അതായത് ഇൻവിറ്റേഷൻ ടു ആൻ ഓഫർ ഇസ് നോട്ട് ആൻ ഓഫർ. Okay, the next point is offer may be made to an individual or to the public at large. ഓഫർ വേണമെങ്കിൽ എങ്ങനെയൊക്കെ കൊടുക്കാം എന്നാണ് പറയുന്നത്, ഒരു സ്പെസിഫിക് ഇൻഡിവിജ്വലിൻ്റെ അടുത്ത് കൊടുക്കാം, ഓർ പബ്ലിക് അറ്റ് എ ലാർജ്. അപ്പോൾ എന്താണ് ഈ രണ്ട് ഓഫേഴ്സും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. വെൻ an offer is addressed to a definite person or body of persons, it is called specific offer. മനസ്സിലായല്ലോ? ഇപ്പം ഞാൻ പറയാം, നിങ്ങളെ ക്ലാസ്സിലുള്ള ഒരു കുട്ടിക്ക് മാത്രം കൊടുക്കുന്ന ഒരു ഓഫർ ഉണ്ട് വിചാരിക്കുക. എൻ്റെ വണ്ടിയോ അല്ലെങ്കിൽ എൻ്റെ വീട് ഞാൻ ഒരു കുട്ടിക്ക് മാത്രമായിട്ട് ഞാൻ പറയാം, നീ വേണമെങ്കിൽ എടുത്തോ എന്ന് പറയുകയാണെങ്കിൽ, വെറുതെ അല്ല, ഒരു കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് വേണമെങ്കിൽ അവിടെ ഒരു കൺസിഡറേഷൻ വേണമല്ലോ. അപ്പോൾ 5 ലക്ഷം രൂപയ്ക്ക് ഞാൻ എൻ്റെ വീട് വിൽക്കാൻ റെഡിയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം എന്ന് പറയും ഒരു കുട്ടീൻ്റെ അടുത്ത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊരു സ്പെസിഫിക് ഓഫറാണ്. ഇറ്റ് ഈസ് അഡ്രസ്ഡ് ടു എ ഡെഫിനിറ്റ് ഇൻഡിവിജ്വൽ. അല്ലെങ്കിൽ ഒരു ക്ലാസ്സിന് മൊത്തമായിട്ട്, ഇപ്പം അവിടെ നമുക്ക് കുറേ കോഴ്സസ് ഉണ്ടല്ലോ, അതിൽ ഫസ്റ്റ് നിങ്ങളെ സെക്കൻഡ് BCom മാത്രമായിട്ട് വല്ല ഓഫറും കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ എ സ്പെഷ്യൽ ഓഫർ. മനസ്സിലായോ? അപ്പോൾ സ്പെഷ്യൽ ഓഫർ എന്ന് പറഞ്ഞാൽ എന്താ? Special offer is one made to a particular individual or a body of individuals. Ini, what is general offer? General offer is one which is made to the world at large. It is not made to any particular person. It can be accepted by anyone who comes to know about it ആൻഡ് ആക്ട് അക്കോർഡിംഗ്ലി. അപ്പോൾ ജനറൽ ഓഫറിൻ്റെ പ്രത്യേകത ഇതാണ്. നിങ്ങൾ ഈ ഓരോ ഈ പ്രോഡക്റ്റിൻ്റെയൊക്കെ കേസിലെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടില്ലേ, ഓരോ കോൺടെസ്റ്റുകളൊക്കെ കണ്ടിട്ടില്ലേ, അതൊക്കെ എന്ന് പറഞ്ഞാൽ പബ്ലിക്കിന് മൊത്തമായിട്ടുള്ള, അല്ലാണ്ട് ഒരു പ്രത്യേക വ്യക്തിക്ക് മാത്രമായിട്ടുള്ള ചില ഗെയിംസും ഇതൊക്കെ കാണാമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഓഫേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ജനറൽ ഓഫർ എന്ന് പറയാം. ഓക്കെ, സോ ജനറൽ ഓഫർ എന്ന് പറഞ്ഞാൽ എന്താ? when an offer is addressed to the whole world, it is general offer. അതിനൊരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ടായിരുന്നു.
കാർലിൽ വേഴ്സസ് കാർബോളിക് സ്മോക്ക് ബോൾ കമ്പനി. ഇവിടെ എന്താ സംഭവിച്ചത് എന്നറിയോ? ഈ ഒരു കമ്പനി എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ദ പ്രൊപ്രൈറ്റേഴ്സ് ആൻഡ് വെൻഡേഴ്സ് ഓഫ് എ മെഡിക്കൽ പ്രിപ്പറേഷൻ കോൾഡ് കാർബോളിക് സ്മോക്ക് ബോൾ കമ്പനി അഡ്വർടൈസ്ഡ് ഇൻ ന്യൂസ് പേപ്പേഴ്സ്. അതായത് അവർ പറഞ്ഞ് ഈ സ്മോക്ക് ബോൾ യൂസ് ചെയ്തിട്ട് ആർക്കെങ്കിലും ഇൻഫ്ലുവൻസ വരികയാണെങ്കിൽ കമ്പനി $100 റിവാർഡ് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പം എല്ലാവരും അത്രയും ഗ്യാരണ്ടി ഉണ്ട് ഈ പ്രോഡക്റ്റിന് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ അവർ ഇങ്ങനെയും കൂടെ യൂസിങ് സ്മോക്ക് ബോൾ 3 times ഡെയിലി ഫോർ 2 weeks. അപ്പം ഈ സാധനം ഉപയോഗിച്ചാൽ തീരെ ഇൻഫ്ലുവൻസ് വരില്ല എന്നാണ് അവരുടെ വാദം. പക്ഷെ ഒരു ലേഡി എന്ത് ചെയ്തതെന്ന് പറയുമോ, ഈ സ്മോക്ക് ബോൾ യൂസ് ചെയ്ത് ആസ് പെർ ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദി കമ്പനി. പക്ഷേ ഷീ കോൺട്രാക്റ്റഡ് വിത്ത് ഇൻഫ്ലുവൻസ ഈവൻ ആഫ്റ്റർ യൂസിങ് ദ സ്മോക്ക് ബോൾസ്. ഈ സ്മോക്ക് ബോൾസ് യൂസ് ചെയ്തതിന് ശേഷം അവർക്ക് അസുഖം വന്ന്. അങ്ങനെ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഇവരെന്ത് ചെയ്ത്, ഇതൊരു ഓഫറാണല്ലോ ഇവർക്കുള്ള, ജനറൽ പബ്ലിക്കിനുള്ള ഓഫർ ആയതുകൊണ്ട് അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ കോടതിയിൽ കേസ് കൊടുത്ത്. പക്ഷേ കോർട്ട് എന്താ ഡിസൈഡ് കേസ് കൊടുത്ത സമയത്ത് ദ കോർട്ട് ഡിസൈഡഡ് ഇൻ ഫേവർ ഓഫ് ദി പ്ലെയിൻറ്റിഫ് എന്നാണ് പറയുന്നത്, ഹു ഹാഡ് ബോട്ട് വൺ ഓഫ് ദി ബോൾസ് അഡ്വർടൈസ്ഡ് ഇൻ ന്യൂസ് പേപ്പേഴ്സ്. അപ്പോൾ ഷീ യൂസ് ദ ബോൾസ് ആസ് പെർ ദ ഇൻസ്ട്രക്ഷൻസ് ബട്ട് ഷീ വാസ് അറ്റാക്ഡ് ബൈ ഇൻഫ്ലുവൻസ എന്ന്. അപ്പോൾ കോടതി എന്ത് വിധിച്ചെന്നറിയോ, കമ്പനീൻ്റെ അടുത്ത് റിവാർഡ് കൊടുക്കാൻ പറഞ്ഞത് കോർട്ട് ഗ്രാൻറ്റഡ് ഇറ്റ് എന്നാണ് പറയുന്നത്. അപ്പം ജനറൽ ഓഫർ ആണെങ്കിൽ ആർക്ക് വേണമെങ്കിലും ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്യാം. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന്, അതായത് അവിടെ ഒരു കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് വരുന്നുണ്ട്, ലീഗൽ ഒബ്ലിഗേഷൻ വരുന്നുണ്ട്. അതുകൊണ്ടാണ് കമ്പനി ഇവർക്ക് റിവാർഡ് കൊടുക്കാൻ ബാധ്യസ്ഥരായത്. മനസ്സിലായല്ലോ? അപ്പോൾ ഓഫർ മേ ബി ജനറൽ ഓർ സ്പെസിഫിക്. ലാസ്റ്റ് പോയിന്റ് ഇസ് ഓഫർ മേ ബി എക്സ്പ്രസ്ഡ് ഓർ ഇംപ്ലൈഡ്. നമ്മൾ എക്സ്പ്രസ് കോൺട്രാക്റ്റും ഇംപ്ലൈഡ് കോൺട്രാക്റ്റും പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് എക്സ്പ്രസ് ഓഫർ എന്ന് പറഞ്ഞാൽ എന്താ? ആൻ എക്സ്പ്രസ് ഓഫർ ഇസ് വൺ വിച്ച് മേ ബി മെയ്ഡ് ബൈ വേർഡ് സ്പോക്കൺ ഓർ റിട്ടൺ. ഇപ്പോൾ എ റൈറ്റ്സ് ടു ബി ദാറ്റ് ഹീ ഈസ് പ്രിപ്പയർഡ് ടു സെൽ ഹിസ് ഹൗസ് ഫോർ ₹2 lakh. എഴുതി അറിയിച്ചതാണ്, ഞാൻ എൻ്റെ വീട് വിൽക്കാൻ പോവുക. ദിസ് ഇസ് എൻ എക്സ്പ്രസ് ഓഫർ. എക്സ്പ്രസ് ഓഫർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് മെയ്ഡ് ബൈ വേർഡ് സ്പോക്കൺ ഓർ റിട്ടൺ. നേരെ മറിച്ച് ഇംപ്ലൈഡ് ഓഫർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് വൺ വിച്ച് മേ ബി ഗാതേർഡ് ഫ്രം ദി കോണ്ടാക്ട് ഓഫ് ദ പാർട്ടി ഓഫ് ദ സർക്കംസ്റ്റൻസസ് ഓഫ് ദി കേസ്. അതായത് ഇംപ്ലൈഡ് ഓഫറിൽ എങ്ങനെയാണ് വരുന്നത് എന്നാണ് പറയുന്നത്, അവിടെ എഴുതിയിട്ടോ വിളിച്ച് പറയേണ്ട ഒന്നും ആവശ്യമില്ല. ഇംപ്ലൈഡ് ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വെൻ ആൻ ഓഫർ ഇസ് എക്സ്പ്രസ്ഡ് ബൈ കോണ്ടാക്ട് അല്ലെങ്കിൽ ബിഹേവിയർ ഓർ ആക്ട് ഓഫ് ദ പാർട്ടീസ്, ഇറ്റ് ഈസ് കോൾഡ് an implied offer. Okay, so these are the essential characteristics of a valid offer.